ഹലോ, എനിക്ക് കുറച്ച് മുരിങ്ങക്കോല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് മുരിങ്ങക്കോല് വറുത്തരച്ച് കറി വയ്ക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മുരിങ്ങക്കോല് നന്നായിട്ട് അരിഞ്ഞ് കഴുകി എടുത്ത് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം. അതിനുവേണ്ടി തേങ്ങ നന്നായിട്ട് ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഈ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് 2-3 ഉള്ളിയും കൂടെ കീറിയിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു പരുവം വരെ വറുത്തെടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ പൊടികൾ മൂക്കുന്നോടം വരെ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ വേറൊരു പാത്രത്തിലോട്ടെടുത്ത് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ പാത്രത്തിലോട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കോലും അതിൻ്റെ കൂടെ ചെറിയുള്ളിയും കൂടെ നമുക്ക് കുറച്ച് നാലായിട്ട് കീറിയിടാം. ശേഷം നമുക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചിടണം കുതിരാനായിട്ട്. ഇനി ഈ ചട്ടിയിലോട്ട് നമ്മൾ മുരിങ്ങക്കോലും ഉള്ളിയെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഈ പുളിവെള്ളത്തിലാട്ടോ നമുക്ക് വേവിക്കണ്ടേ. കാത്തുവാണെങ്കിൽ അന്നേരം ഞാനിടാൻ ചട്ടിക്കകത്ത് ഞാനിടാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് കരയുന്ന ഭാഗമാണത്. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും ഇട്ടു. ഇനി നമ്മൾ വെള്ളത്തിലിട്ടിരിക്കുന്ന പുളി നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് ആ പുളിവെള്ളത്തിൽ വേണം കേട്ടോ ഈ മുരിങ്ങക്കോല് വേവിച്ചെടുക്കാൻ. പുളിവെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ പാത്രത്തിലെടുത്ത് വെച്ചിരുന്ന തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ വെന്ത മുരിങ്ങക്കോലിൻ്റെ അകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അടുപ്പിൽ വയ്ക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്നോടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.